മുക്കാട്ടുകര സെന്റ് ജോർജസ് യു.പി. സ്കൂളിൽ വെച്ച് ലഹരിക്കെതിരെ മാതൃഭൂമി ദിനപത്രത്തിന്റെ സഹകരണത്താൽ അഭ്യുദയകാംക്ഷികളുടെ സാമ്പത്തിക പിന്തുണയോടെ വായനയാണ് ലഹരി എന്ന ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മുക്കാട്ടുകര സെന്റ് ജോർജസ് എൽ.പി. യു.പി. സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പത്രം വീടുകളിലേക്ക് നൽകുന്നതിന്റെ വിതരണ ഉദ്ഘാടനം തൃശൂർ കോർപ്പറേഷൻ മേയർ എം.കെ. വർഗീസ് നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമള മുരളീധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മണ്ണുത്തി സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് കെ.സി. ബൈജു മുഖ്യാതിഥിയായി. സെന്റ് ജോർജസ് യു.പി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് സി.എൽ. ലിനറ്റ്, സെന്റ് ജോർജസ് എൽ.പി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ആൻസി മരിയ, വിൻസെന്റ് കളപ്പുര, സെബാസ്റ്റ്യൻ ജോസഫ്, വിൻസെന്റ് കവലക്കാട്ട്, ജെൻസൺ ജോസ് കാക്കശ്ശേരി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ചടങ്ങിന് ഡാനി ഡേവിസ്, മേജോ ജോർജ്, കെ.ആർ. രാഹുൽ, സി.ഡി. ടോണി, എ.കെ. ആൻഡോ, ജോർജ് മഞ്ഞയിൽ, പവിൻ തോമസ്, അധ്യാപകർ, അനധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി. നമ്മളെ പോലെ സ്കൂളുകളിൽ പഠിച്ച് സ്കൂളിനും വേണ്ടാണ്ട് നാടിനും വേണ്ടാണ്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്ന കുറച്ച് ആളുകളാണ് ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗിച്ച് പോകുന്നത്. ഇതിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ സ്കൂളിൽ വരുന്നത്? ആണോ? ഉറപ്പാണോ? ഇപ്പോഴും സൗണ്ട് ഇല്ല. പലർക്കും സംശയമാണത്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് സ്കൂളിൽ വരുന്നത്? ഒന്നുകൂടി പറഞ്ഞേ. ഓക്കെ. അപ്പൊ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഇത്രയും ആളുകൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഈ ലഹരിക്കെതിരെ മാതൃഭൂമി പത്രത്തിന്റെ വായനക്കാരാവാൻ പറയുന്നത്, നിങ്ങൾ ലഹരിക്കെതിരെ അറിവ് നേടുമ്പോൾ നമ്മൾ എന്തുണ്ടാക്കും? നല്ല പത്രങ്ങളിലൂടെ നല്ല വാർത്തകളിലൂടെയും വായന ഒരു ലഹരിയാക്കി മാറ്റുവാൻ വേണ്ടി അവരെടുത്തിരിക്കുന്ന ഈ പദ്ധതിക്ക് വേണ്ടി നമ്മുടെ നമ്മളിപ്പോൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് പുതിയ കുട്ടികളെ അല്ലെങ്കിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഒരു പ്രോത്സാഹനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ എത്ര പേര് പത്രം വായിക്കുന്നവരുണ്ട്? കൈവന്നിച്ച്. ആരും തന്നെ പത്രം വായിക്കുന്നില്ല. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുള്ളത് എന്താണെന്നറിയോ? വായിച്ചാൽ വളരും. സമയം കിട്ടുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സമയം കിട്ടുമ്പോൾ ഈ പത്രം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ നാടിനെ കുറിച്ച്, ഇപ്പൊ സുനിത വില്യംസ് ബഹിരാകാശത്ത് പോയി എന്ന് പറഞ്ഞപ്പോൾ 2 കുട്ടികൾക്ക് ഇത് അറിയും. എത്ര വലിയ കാര്യമായിരുന്നു. നമുക്കാർക്കും അറിയുന്നില്ല. നമ്മൾ പരസ്പരം സംസാരിക്കുന്നില്ല. പരസ്പരം ഒത്തിരുന്നുകൊണ്ട് പത്രം വായിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കഷൻ നടത്തുന്നില്ല. അതുകൊണ്ട് സംഭവിച്ചതാണ്. അല്ലെങ്കിൽ ഒറ്റ ശബ്ദത്തിൽ നമ്മൾ പറയുമായിരുന്നു സുനിത വില്യംസ് എന്ന് ഉറക്കെ പറയും. ആരും പറഞ്ഞില്ല. പത്രം വായിക്കുന്നവരില്ല. പുതിയ തലമുറ ഈ പത്രം വായിക്കാനുള്ളൊരു അവസരത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇന്ന്. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പണ്ടൊക്കെ കുട്ടികൾക്ക് സ്പോർട്സിലും അതുപോലെ തന്നെ വായനയിലും ലൈബ്രറിയിലൊക്കെ ആയിരുന്നു നമ്മുടെ കൂടുതൽ സമയം വെക്കേഷനിലൊക്കെ ചെലവഴിച്ചിരുന്നത് എങ്കിൽ ഇന്ന് പലപ്പോഴും നമ്മൾ മൊബൈലിൻ്റെ മുമ്പിലാണ്. ഈ മൊബൈലിൻ്റെ മുമ്പിൽ സമയം ചെലവഴിക്കുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാണോ മൊബൈലിൽ നമ്മൾ കണ്ട കാര്യങ്ങൾ അതിൻ്റെ നോട്ടിഫിക്കേഷനാണ് പിന്നീട് ദിവസങ്ങളിൽ വരിക. അത് ചിലപ്പോൾ നല്ലതായിരിക്കാം, ചീത്തയായിരിക്കും നമ്മൾ കാണുന്നതും കേൾക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ റീലുകളുടെ പിന്നാലെയാണ് അല്ലേ. എത്ര സെക്കൻഡാണ് റീലുള്ളത്? 60 സെക്കൻഡ് അല്ലെങ്കിൽ 30 സെക്കൻഡൊക്കെ ഉള്ളത്. അതിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ ക്ഷമ എന്ന് പറയുന്ന സാധനം ഇല്ലാണ്ടാവുകയാണ്. 30 സെക്കൻഡ് കൊണ്ട് 60 സെക്കൻഡ് കൊണ്ട് നമ്മൾ അത് കാണുന്നു. അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീണ്ടും ഓടിച്ചു കളയുന്നു. അപ്പൊ നമ്മുടെ ലഹരികൾ ഇന്ന് പല മേഖലയിലേക്ക് കടന്നു പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് മാതൃഭൂമി ദിനപത്രം തദ്ദേശവാസികളായിട്ടുള്ള നല്ല മനുഷ്യന്മാരുമായിട്ട് സഹകരിച്ചുകൊണ്ട് പത്രമില്ലാത്ത, അതുപോലെ പത്രം വായിക്കാൻ ബൈബിൾ വചനമാണ് ആദ്യം പറയുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 23-ാം അധ്യായം 21-ാമത്തെ തിരുവചനം. മദ്യപനും ഭോജനപ്രിയനും ദാരിദ്ര്യത്തിൽ അകപ്പെടും. മത്ത് പിടിച്ച് മയങ്ങുന്നവൻ കീറത്തുണി ഉടുക്കേണ്ടി വരും. ഇത് ബൈബിളിലെ ഒരു വചനമാണ് പ്രിയപ്പെട്ടവരെ. ഇത് ഒരു കാര്യം കൂടി പറഞ്ഞാൽ നിർത്തുകയാണ്. കഴിഞ്ഞ ആഴ്ച വെള്ളിയാഴ്ച അട്ടപ്പാടിയിലെ ധ്യാന കേന്ദ്രത്തിൽ ഒരു അമ്മ ഒരു കുഞ്ഞുമോനെ കൊണ്ട് വന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനാണ്. നമുക്കറിയാം എക്സാം നടക്കുകയാണ്. അമ്മ പറഞ്ഞത്, ഈ മകൻ ഒന്നും പഠിക്കുന്നില്ല ഈ മകൻ. അപ്പോൾ അങ്ങനെ മകനെ വിളിച്ചിരുത്തി അമ്മേനെ മാറ്റിയിരുത്തി ചോദിച്ചപ്പോൾ ആ മകൻ പറഞ്ഞത്, ഞാൻ ഇത്രയും നാൾ മൊബൈൽ ഉപയോഗിച്ചിരുന്നു, ഇപ്പോൾ അമ്മ മൊബൈൽ മാറ്റി വെച്ചു, മൊബൈൽ ഇനി തരില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്, അതോടുകൂടി ഞാൻ പഠിപ്പ് നിർത്തി. അപ്പോൾ ലഹരി തുടങ്ങിയത് ഈ മകനെ മൊബൈലിൽ നിന്നാണ്. അപ്പൊ ഈ മൊബൈൽ ശരിക്കും ഒരു ലഹരിയാണ്.
പ്രിയപ്പെട്ടവർ, ആ മകന്റെ വിരലുകളെല്ലാം കണ്ടാൽ നമുക്ക് സങ്കടം തോന്നും. ഈ 2 വിരലുകളും ഇങ്ങനെ വലിച്ച് ഇവിടെ തയമ്പ് വന്നിരിക്കുക. അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് അമ്മ ഈ മകനെ കൂട്ടി ധ്യാന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ എക്സാം ഞാൻ മകനോട് പറഞ്ഞു, മോനെ, അമ്മ തന്റെ നല്ലതിന് വേണ്ടി മാത്രമാണ് ഇത് പ്രവർത്തിച്ചത്. ഇതൊന്നും അവന് കുഞ്ഞുമക്കളെ, നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെയും നമുക്കറിയാവുന്നതുപോലെയും ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പുതിയ യുഗത്തിൽ വായനയെ ലഹരിയാക്കി മാറ്റി നല്ലൊരു